മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. പ്രിയ ഭക്തരെ, വീഴുന്നത് ഒരു പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ്. ഭക്തരെ, നിങ്ങളിൽ എപ്പോഴും നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല. ഒരു തുള്ളി വെള്ളത്തിന് പോലും നിങ്ങൾ ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത്. അവസരം ലഭിക്കുമ്പോൾ അതും വിളിച്ചു പറയുന്ന ലോകത്തിലൂടെയാണ് നിങ്ങളുടെ യാത്ര. നിങ്ങളുടെ ചിന്തകളും പ്രവർത്തികളും മഹത്തരമാണെങ്കിൽ, സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നിങ്ങൾ എന്നും മറ്റുള്ളവരുടെ മനസ്സുകളിൽ ജീവിക്കും. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നിങ്ങളുടെ സ്നേഹത്തിന് വിലയില്ലാത്ത ഇടത്താണ്. അളന്നു നൽകുന്നിടത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകളുണ്ടാകും. എന്നാൽ അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ വിഷമങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾ മറികടക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ അത് തകരും. ഭക്തരെ, ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങും. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നിങ്ങളുടെ സമയം നൽകുക. നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. സമാധാനം കടന്നു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. അത് പുറത്ത് എവിടെയും അന്വേഷിച്ചാൽ ലഭിക്കില്ല. ഭക്തരെ, ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിതപാഠവുമാണ്. പുറകോട്ട് നോക്കി സങ്കടപ്പെടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.